ഏവർക്കും ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് 10-ാം തീയതി, ഞങ്ങള് ഫോർട്ട് കൊച്ചിയിൽ ഒരു കല്യാണം പോയിട്ട് തിരികെ വരിക രാത്രിയായിരുന്നു. ആ രാത്രി ഞങ്ങൾ വരുമ്പോൾ ഞാനും കൂടി വരികയാണ്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടു ചുള്ളിക്കൽ പള്ളിയിലെ ഫ്രണ്ടിലെ ഒരു പുൽക്കൂടൊക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നത്. ചുള്ളിക്കൽ ബെത്ലഹേം ചർച്ച്, അതായത് ഫോർട്ട് കൊച്ചിക്കടുത്തുള്ള ഒരു ദേവാലയമാണത്. ആ ദേവാലയം പണ്ട് മട്ടാഞ്ചേരി പള്ളിയുടെ കുരിശുപള്ളിയൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് അത് സ്വന്തമായ ഇടവഴിയാവുന്നത്. അപ്പൊ പള്ളി 2 നിലയായിട്ടാണ്. മുകളിൽ നിലയിലാണ് മാസൊക്കെ നടക്കുന്നത്. താഴെ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയാണ് പുൽക്കൂട് അറേഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ തിരികെ വന്ന് അപ്പോൾ രാത്രി ഏതാണ്ട് ഒരു 9 മണി കഴിഞ്ഞു. ഗേറ്റൊക്കെ തുറന്നിരി കിടക്കുകയായിരുന്നു. കുറെ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടായിരുന്നു. ഞങ്ങളും അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ്, അഭിനന്ദനങ്ങൾ. അപ്പോൾ ഞങ്ങള് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഫാമിലി ബൈക്കിൽ വന്നിറങ്ങി. 2 കുട്ടികളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അപ്പോ 2ാമത്തെ കുട്ടി ഇറങ്ങി വരികയും അവൻ പിതാവിനും പുത്രനും ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്, അതെന്താണ് അങ്ങനെ? അപ്പൊ അതിനപ്പുറത്തെ കുട്ടി ആ കുട്ടിയും കാണിച്ചു, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ഞാൻ ആ പിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ കുട്ടി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു 7-ാം ക്ലാസ്സിലാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല, ഈ മോൻ എത്രയിലാണ് പഠിക്കുന്നത്? 5-ാം ക്ലാസ്സിലാണ്. കാറ്റഗറിസിനൊക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കാറ്റഗറിസിന് പഠിക്കുമ്പോഴും ശരിയായ തലങ്ങളിലല്ല പലപ്പോഴും പഠിക്കുന്നത്. ഒരു ഇസ്ലാം മതത്തോട് ചൊല്ലിയാണ്. കുഞ്ഞുകുട്ടിക്കറിയാം നിസ്കരിക്കാൻ, ഓതം ചെയ്യാൻ അറിയാം, എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ട സമയത്ത് ചെയ്യേണ്ടതെന്നറിയാം. പക്ഷെ നമ്മൾ ഒരു 12-ാം ക്ലാസ്സിലേക്ക് കുട്ടിക്ക് പോലും കുറിച്ച് അറിയില്ല. ചില കാറ്റഗറിസം ടീച്ചേഴ്സിന് പോലും അറിയില്ല. കാരണം മറ്റൊന്നുമില്ല, അവരെ സംബന്ധിച്ചോളം അർത്ഥങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇത് ജോൺ ക്രിസോസ്റ്റം പറയുന്നൊരു വാക്യമുണ്ട്, കുരിശ് വരയ്ക്കുന്നത് പോലും അർത്ഥങ്ങൾ അറിഞ്ഞു വേണമെന്നാ പറയാം. സത്യത്തിലെ അർത്ഥങ്ങൾ അറിയുന്നില്ല അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് കുരിശ് വരയ്ക്കുന്നത്? അതിന്റെ ഓരോ തലങ്ങളിലെ അർത്ഥങ്ങൾ പറയണമെങ്കിൽ എനിക്കൊരു 2 മണിക്കൂറിനടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ അത് നൽകാം അടുത്ത ക്ലാസ്സിൽ. കാരണം ഞാൻ പറയേണ്ട കാര്യം എന്തായിരുന്നു, ഈ 5-ാം ക്ലാസ്സിൽ കുട്ടിക്ക് കുരിശ് വരയ്ക്കാൻ അറിയില്ലാത്തതാണ്. മുമ്പൊരിക്കല് കുമ്പളങ്ങി ഇടവകയില്, കുമ്പളങ്ങി മീൻസ് ഒരു നീളത്തിലുള്ള ഒരു സ്ഥലമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇടവക എന്നല്ല ഞാൻ പറയുന്നത്, വലിപ്പത്തിന്റെ കാര്യത്തിൽ ചെറുതാണെങ്കിലും ആ സ്ഥലത്ത് 7 ഇടവകകളുണ്ടെന്നുള്ളതല്ല. ലോകത്തിലൊരിക്കലും ഒരിടത്തും അങ്ങനെയില്ല. ഒത്തിരി സ്ഥലങ്ങൾക്ക് വേണ്ടി ഒരു ഇടവകയുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് 7 ഇടവക എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ ആധിക്യമാണ്. എനിക്ക് ഒത്തിരി റെസ്പെക്റ്റ് ഉള്ള സ്ഥലമാണ് കുമ്പളങ്ങി, അവിടുത്തെ വിശ്വാസികളെയും. അങ്ങനെ ഞങ്ങള് വിസിറ്റിങ്ങിന് കാറ്റഗിസം ഇൻസ്പെക്ഷൻ വേണ്ടി പോയപ്പോഴേ അവിടെ ഓരോ ക്ലാസ്സുകളിലേക്ക് കയറി. എനിക്ക് 7-ാം ക്ലാസ്സിലെ കുട്ടികളെ കയറിയ സമയത്ത് പള്ളിയിലെ അകത്തായിരുന്നു ക്ലാസ് നടക്കുന്നത്. ഞാൻ അവരോട് ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തില് കുരിശ് വരയ്ക്കുന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോ അവിടെ ചുറ്റിന് കുർബാന അടുത്ത ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കുർബാനയാണ്. ഒത്തിരി പ്രായമുള്ളവരും അതുപോലെ അമ്മമാര്, അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു, അമ്മമ്മമാരും. അപ്പൊ അവരെല്ലാം സാഹുത്വം ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ആ ടീച്ചർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ആ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും വേണ്ടിയായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു വല്യമ്മ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ സാറിന്, എങ്കിൽ തന്നെയും എനിക്ക് വളരെയധികം അറിവുകൾ ഇപ്പൊ കിട്ടി ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ. അപ്പോൾ ഒരു കുരിശ് വരയ്ക്കുന്നതിന് ഇത്രയധികം
പറയാനുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത്രയധികം അർത്ഥങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ഇങ്ങനെയൊന്നും ആരും പറയാനില്ലായിരുന്നു. ഞാനും പണ്ട് കാറ്റഗറിസം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും ഒത്തിരി അച്ഛന്മാരുടെ പ്രസംഗങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട്, ടി വിയിലൂടെ കാണുന്നുണ്ട്. പക്ഷെ ആരും പറഞ്ഞു തന്നില്ലത്. അപ്പൊ സാറിത് പറഞ്ഞത് ഒത്തിരി നന്നായി. അത് സാർ എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, തീർച്ചയായും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നും അതുപോലെ അതിൻ്റെ അർത്ഥങ്ങളും ഞാൻ ജനറലായിട്ട് പറഞ്ഞു തരാം. ചുരുക്കി 2 മണിക്കൂറല്ല, ഒരു 10, 15, 20 മിനിറ്റ് കൊണ്ട് ഞാനത് തീർക്കാം. ഏവർക്കും ഈശ്വരമായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.